സോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള PSC 2026 പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഇലക്ട്രിക്കൽ ബാച്ച് കഴിഞ്ഞവർക്കൊക്കെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. പ്രീവിയസ്ലി നമുക്ക് വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ക്വാളിഫിക്കേഷൻസും എന്തൊക്കെ പോസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്, അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്താണ്, അതിൻ്റെ എക്സാം ഡീറ്റെയിൽസ് എങ്ങനെയായിരിക്കും വരിക, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് പറയുന്നത്. അതൊക്കെയാണ് വീഡിയോ കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ എൻഡ് വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇതിലിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കോഴ്സസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ ഇപ്പോൾ അതിലെ ലൈവ് ക്ലാസ്സസ് വേണമെങ്കിൽ അതും നമുക്ക് അവൈലബിൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്നതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമ്മൾ കമൻറ്റ് ലൈനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് എൻക്വയറി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം. അതിൽ നമുക്ക് ജസ്റ്റ് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ നോക്കുന്ന ഇലക്ട്രിക്കൽ സെക്ഷനിൽ നോക്കുന്നത് സബ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റാണ്. KCBയിൽ തന്നെ ഇലക്ട്രിക്കലിൻ്റെ സബ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റാണ് നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് ലാസ്റ്റ് ഇയർ എന്നല്ല, മുന്നേ വന്നിട്ടുള്ള അവസാനം വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ പറയുന്നത് 553/2021 ആയിരുന്നു. 2021 വന്നൊരു കാറ്റഗറിയുടെ ഇതായിരുന്നു സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. നമ്മുടെ KCB സെക്ഷനിലെ ഇലക്ട്രിക്കൽ സെക്ഷനിലെ സബ് എഞ്ചിനീയറിൻ്റെ പോസ്റ്റാണ്. അതിൽ നമുക്ക് കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ച് കഴിഞ്ഞ ഇട്ട നോട്ടിഫിക്കേഷനിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഇട്ടത് 29/11/2023 അതിൽ വേക്കൻസീസ് ആക്ച്വലി നമുക്ക് ശരിക്കും 131 വേക്കൻസീസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിൽ എന്താണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലോട്ട് കയറിയ 941 പേരോളം നമ്മുടെ റാങ്ക് ലിസ്റ്റിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ 941 പേരിൽ 691 പേർക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 131 വേക്കൻസീസേ ഉള്ളൂ എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സെക്ഷനും ഈ ഒരു പോസ്റ്റ് നമുക്ക് വിട്ടുകളയാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ കാണാം, 131 വേക്കൻസീസ് ആണെങ്കിൽ പോലും റാങ്ക് ലിസ്റ്റിൽ 900ഓളം ആൾക്കാർ കയറി 691 പേർക്ക് അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടെങ്കിൽ ആ പറയുന്നവർക്കെല്ലാം എന്താണ്, ജോബ് ഉറപ്പ് തന്നെ ആണ്. ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും എന്ത് തന്നെയാണ്, ജോബ് ഉറപ്പ് തന്നെയാണ്. പക്ഷെ എന്താണ്, ഈ പറയുന്ന പോലെ ആന്റിസിപ്പേറ്റ് വേക്കൻസീസ് വെച്ച് വിളിക്കുന്നവർക്കായിരിക്കും ഇത് വെച്ച് കയറി പോവുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ ഓരോ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾ മിസ്സാക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് അടുത്ത വരുന്നത് നമ്മുടെ എക്സാം ഡീറ്റെയിൽസ് നോക്കാം. ഇലക്ട്രിക്കൽ വർക്കർ അല്ലെങ്കിൽ മസ്ദൂറിൻ്റെ KCBയിൽ വരുന്നത് അതിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് 30/9/2013 ഇവരുടെ ഇതിൻ്റെ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ വർക്കറിൻ്റെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ഇട്ടത്. നമ്മുടെ കാറ്റഗറി നമ്പർ വരുന്നത് 011/2021 ആയിരുന്നു വന്നത്. ഡിസ്ട്രിക്ട് നമുക്ക് ഓരോ ഡിസ്ട്രിക്ട് വൈസ് തന്നെ നമുക്ക് എന്താണ് അഡ്വൈസ് പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും അഡ്വൈസ് മെമ്മോസ് ആണ് നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് മൊത്തത്തിലുള്ള അഡ്വൈസ് പോയത് 420ഓളം അഡ്വൈസ് മെമ്മോ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് ഇവർ എന്താണ് അഡ്വൈസ് മെമ്മോ കൂടെ കാണിക്കുന്നുമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് എത്രയാണ്, അതുപോലെ കൊല്ലത്ത്, അതുപോലെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് എന്താണ് ഇത്രയും അഡ്വൈസ് മെമ്മോ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് ഇട്ടതിന് ശേഷം പോയിട്ടുണ്ട്. 420ഓളം ആൾക്കാർക്ക് എന്താണ് അഡ്വൈസ് മെമ്മോ പോയ കേസാണ്. ഇനി അടുത്ത പറയുന്നത് നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വെച്ചാണെങ്കിൽ 464/2025 ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലാണ് വന്നിരിക്കുന്നത്. 465/2025 ഇലക്ട്രിക്കൽ ഹെൽപ്പറിൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് റിഹാബിലേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലാണ് നമുക്ക് വന്നിരിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് 545/2025 ട്രെയിനർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റ് ആയിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റിലാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അടുത്ത വരുന്ന 556/2025 ആയിരുന്നു ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് കേരള വാട്ടർ അതോറിറ്റിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. 634/2025 ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് വന്നിരിക്കുന്നത്. ഇനി 741/2025 ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പറിലാണ്. ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പറായിട്ട് വന്നിരിക്കുന്നത്. 776/2025 പബ്ലിക് വർക്ക്സിലാണ് ഇലക്ട്രിക്കൽ വിങ്ങിൽ നമ്മുടെ പബ്ലിക് വർക്ക്സിൽ ഇലക്ട്രിക്കൽ വിങ് സെക്ഷനിലെ ലൈൻമാനായിട്ടുള്ള പോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. 735/2025 നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്ററിൻ്റെ സെക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം എന്താണ് ഈ പറഞ്ഞ ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ ഇത്രയും നമ്മുടെ ഈ പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം മാത്രമാണ് എന്തിൽ വരുന്നത്, നമുക്ക് ഓഗസ്റ്റ് ഒക്ടോബർ ആ ഒരു മന്തിൽ നമുക്ക് വരുന്നത്. ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റിൻ്റെയും നമുക്ക് ഡേറ്റ് വരുന്നത് ജൂലൈ സെപ്റ്റംബർ മന്തിലായിരിക്കും നമുക്ക് വരുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എന്ത് ചെയ്യണം, ഇപ്പോഴേ അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, എക്സാംസിന് ഇപ്പോഴേ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾ മാക്സിമം ഇപ്പോഴേ ഇതിൻ്റെ എന്താണ് പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് PSC പഴയതുപോലെ എല്ലാം നമുക്ക് സിലബസ് എല്ലാം നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ പോലെ സിലബസിൽ
എല്ലാ സെക്ഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യുന്ന രീതിക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് നോക്കി തന്നെ പോകാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു ചാൻസ് പോലും നിങ്ങൾ മിസ്സാക്കരുത്. മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾ പോകണം. ആൻഡ് ഓൾസോ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ എന്താണ്, നമുക്കിപ്പം എല്ലാവരും ഈ നമ്മുടെ വീഡിയോസ് കാണുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ അത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങളുടെ എൻക്വയറീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. നമ്മുടെ ഇവിടുന്ന് എന്താണ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. നമുക്ക് രണ്ട് സെക്ഷനായിട്ടാണ്, മീൻസ് പ്രീമിയം ബാച്ചും സ്റ്റാൻഡേർഡ് ബാച്ചായിട്ട് നമ്മൾ 2 ബാച്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സസ് വേണമെന്നുള്ളവർക്ക് പ്രീമിയം ബാച്ച് സെലക്ട് ചെയ്യാം. അതല്ല റെക്കോർഡ് ക്ലാസ് മതി നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ക്ലാസ്, നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബാച്ച് നമുക്ക് എന്താണ് ഫോളോ ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇതെല്ലാം ഫോളോ ചെയ്ത് പോകുന്നത്. നമുക്ക് എക്സാംസ് ഇനി വരുന്ന അധികം ദിവസങ്ങളില്ല, ഒരു 6-7 മാസം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. ആൻഡ് ഓൾസോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു.